ഓക്കെ, ലാലേട്ടൻ്റെ മോളും പിന്നെ നമ്മുടെ പേർലി മാണിയുടെയും ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അറിയാലോ, ഡൽഹിയിലെ പ്രൊട്ടസ്റ്റിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഈ ലാലേട്ടൻ്റെ മോൾ സ്ട്രോങ് ആയിട്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്ക് സൈബർ അറ്റാക്ക് സംഖ്യകളെല്ലാവരും കൂടെ ഈ പറയുന്ന കൊച്ചിനെ അങ്ങ് മലത്തിക്കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ലാലേട്ടൻ്റെ മോളല്ലേ, പുള്ളിക്കാരി സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്തു. പിറ്റേന്ന് ഈ പറയുന്ന മേജർ രവി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ വന്നിട്ട് കുട്ടിക്കൊന്നും അറിയത്തില്ല, പാവം കൊച്ചാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ ആ കുട്ടിയെ ഓപ്പണായിട്ട് പറഞ്ഞു, അത് അവൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇതാണ് എന്നുള്ള രീതിയിൽ അവൾ പ്രസൻറ്റ് ചെയ്തു. ആ ഒരു കാര്യം ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടൻ ഉൾപ്പെടെ മോക്ക് സപ്പോർട്ട് ചെയ്തു. അവളുടെ അഭിപ്രായം അവൾ തുറന്നു പറഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ, സ്ട്രോങ് ആയിട്ട് തന്നെ. പിന്നെ ഇപ്പം ഒരു സൈഡ് ഈ പറയുന്ന വിസ്മയനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട്, ഇപ്പുറത്തെ സൈഡ് പേർലി മാണി എല്ലാവരും കൂടെ നെഗറ്റീവ് അടിക്കുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ലാലേട്ടൻ്റെ മോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണാതെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, പുള്ളി ഒരു പ്രത്യേക ടൈപ്പാണ്. പിന്നെ എന്താ പറയണ്ടേ, 30-35 വയസ്സുണ്ട്. ഒരു കൊച്ചു പിള്ളേരെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി കളിക്കുന്നു, ചാടി കളിക്കുന്നു. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെണ്ണിന് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണ് ഇങ്ങനെ കാണുന്നത്, എന്തോ ഈ കൊച്ചിന് പ്രശ്നമുണ്ടെന്നൊക്കെ കുറേ ആൾക്കാർ അറിയാമല്ലോ. കമന്റ് ബോക്സ് നിറയെ ആ കൊച്ചിനെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക. കൊച്ചെന്ന് ഞാൻ പറയുന്നത് എന്നെക്കാളും മൂത്തുക. ഓക്കെ, അപ്പം ഇതാണ് വിസ്മയ മോഹൻലാൽ. പുള്ളിയുടെ രീതി, ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ പടത്തിനകത്ത് പടം കാണുന്നവർക്ക് അതിന് നല്ല രീതിയിൽ മനസ്സിലാവും. അതിനകത്ത് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്കിനി കാര്യത്തിലോട്ടൊക്കെ കിടക്കാം. ഈ പറയുന്ന ലാലേട്ടൻ്റെ മകളെക്കുറിച്ച് നമ്മുടെ ആലപ്പി അസ്രഫ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്ന് വരാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ ഒന്ന് രേഖപ്പെടുത്തണം. പേർലി മാണിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നു. പേർലി ഇവിടെ കിടക്കുന്നു, കൊച്ചവിടെ കിടക്കുന്നു. അല്ല, ഞാനൊരു കാര്യം പറയാം, പേർലിക്ക് ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം ഒരു നന്മമരം എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തിയുടെ ഒരു നന്മമരത്തിനെ കുറിച്ച്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ വെക്കാം. പേർലിയുടെ നന്മമരമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി, നമുക്കിതൊക്കെ പണ്ടേ മനസ്സിലായിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമാ ചരിത്രത്തിൽ ഒരു പുതുമുഖ നായിക ഇത്രയധികം സൈബർ ആക്രമണത്തിന് പാത്രമാകേണ്ടി വന്നത് ഇതാദ്യമായാണ്. അതും ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ്. ഇതിന് വഴിവെച്ചത് തന്റെ ഒരു അഭിപ്രായം ഭയാശങ്കകൾ ഏതുമില്ലാതെ തുറന്നു പറഞ്ഞു എന്നതാണ്. ജന്തർ മന്ദിറിൽ നടന്ന സർക്കാർ വിരുദ്ധ വിദ്യാർത്ഥി സമരത്തിൽ പ്രതിഷേധിച്ചവരെ അടിച്ചമർത്താൻ ഡൽഹി പോലീസ് നടത്തിയ നടപടികളെ അപലപിച്ചുകൊണ്ടുള്ള വിസ്മയയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇതിന് കാരണമായത്. ജനാധിപത്യ രാജ്യത്തിൽ ചോദ്യം ചെയ്യാനും ശബ്ദമുയർത്താനും അവകാശമുണ്ട്. ചോദ്യം ചെയ്യുന്ന പൗരന്മാരെ നേരിടേണ്ടത് ഇങ്ങനെയല്ലായിരുന്നു എന്നതാണ് വിസ്മയ പറഞ്ഞിരുന്നത്. വിസ്മയ നായികയായി അഭിനയിക്കുന്നു എന്ന വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ അവർക്ക് ആശംസകളും അഭിനന്ദനങ്ങളുമായി സോഷ്യൽ മീഡിയ നിറയുകയായിരുന്നു. എന്നാൽ സ്വതന്ത്രമായ ഒരു അഭിപ്രായം സത്യസന്ധമായി പറഞ്ഞതിന്റെ പേരിൽ അവരെ പാടി പുകഴ്ത്തിയവർ തന്നെ അവർക്ക് നേരെ ബോഡി ഷെയ്മിംഗ് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി കല്ലെറിയുകയാണ് ഉണ്ടായത്. അവർ അഭിനയിച്ച പടം കാണില്ല, അവരുടെ തുടക്കം ഒടുക്കമാക്കും, അവരെ സിനിമാ ലോകത്ത് നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യുമെന്നൊക്കെ ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ ഇന്നലെ ചിത്രം തിയേറ്ററുകളിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്നാൽ ചിലരൊക്കെ പറഞ്ഞതുപോലെ ഒടുങ്ങാനും ഒതുങ്ങാനുമുള്ള തുടക്കമല്ല, തുടരാനുള്ള തുടക്കമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് വിസ്മയ മോഹൻലാൽ. ഓക്കെ, സത്യമല്ലേ, ഞാൻ ആ മൂവി പോയി കണ്ടു. ഞാൻ എൻ്റെ റിവ്യൂ ഒന്നും ഇട്ടില്ലെന്നേ ഉള്ളൂ. പടം അടിപൊളി പടം. ഈ ഒരുപാട് റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഹാഫൊക്കെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ലാഗും എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സെക്കൻഡ് ഹാഫ് മാത്രം ചെറിയൊരു ഇതുപോലെ കുറച്ച് ഇമോഷണലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് ലാഗ് മാത്രമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ ആവശ്യമില്ലാത്തൊരു കാസ്റ്റായിട്ട് തോന്നിയ ഒരു വ്യക്തി മറ്റാരുമല്ല, ലാലേട്ടൻ തന്നെ ആയിരുന്നു. പിന്നെ മകളുടെ പടം അച്ഛൻ അഭിനയിക്കാൻ ഒരു ചാൻസ് എന്തായാലും ആൻറ്റിനി കൊടുക്കാറില്ല. ജൂൺ ആൻറ്റിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം മോഹൻലാലിൻ്റെ മകൾക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ സീമാജി നായർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. പേർലി മാണി സൈബർ അറ്റാക്ക് നേരിട്ടപ്പോൾ ഉറങ്ങിയിരുന്നു എന്നുള്ള രീതി കമൻറ്റ് ചുട്ട് മറുപടി നൽകി സീമാജി നായർ. ഓക്കെ, പുള്ളിക്കാരി അതിനൊരു വലിയൊരു പോസ്റ്റ് തന്നെ കൊടുത്തു. ആ പോസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളെന്ന് തോന്നുന്നു. ഇതാണ് ആ പോസ്റ്റ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് വിസ്മയം. അച്ഛനും അമ്മയും സ്നേഹപൂർവ്വം മായ എന്ന് വിളിക്കുന്ന മോള്. ഇത്ര അധികം വലിച്ചു കീറാൻ ഈ മോൾ എന്താണ് ചെയ്തത്? ഈ ജനാധിപത്യ രാജ്യത്ത് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ എന്ത് വിവേചനവും തേച്ചൊട്ടിക്കുക. എത്രമാത്രം നിഷ്കൃഷ്ടമായ സംസാരിക്കാമോ? അത്രയും സംസാരിക്കുക. ചില കമൻറ്റുകൾ വായിക്കുന്ന നമുക്ക് പോലും സഹിക്കുന്നില്ല. രാഷ്ട്രീയം പിടിച്ച കണ്ണുകൾ. പിന്നെ വിസ്മയുടെ സംസാരത്തിനെയും ബോഡി ലാംഗ്വേജിനെയും ചോദ്യം ചെയ്ത് കുറച്ച് പേർ, ഞാനൊക്കെ എത്രയും നാടകങ്ങൾ അഭിനയിച്ചു, ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ നാടകം ചെയ്തു, ഇപ്പോഴും ഒരു ചെറിയ പ്രോഗ്രാമിന് ചെന്നാൽ പോലും എന്ത് പറയേണ്ടതെന്ന് പോലും അറിയില്ല. ടെൻഷനാണ്, ചുണ്ടൊക്കെ വരണ്ട്, നാവൊക്കെ താന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ ഇതാണ് അവരുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ കുറേ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് ഫൈറ്റും കാര്യങ്ങളൊക്കെ. വിസ്മയ്ക്ക് ഭയങ്കര സപ്പോർട്ടുണ്ട്. ഈ സീമാജി നായർ എന്നൊക്കെ പറയുന്ന വ്യക്തികളൊക്കെ ഈ പറയുന്ന പോലെ ഈ സീരിയലിലും ഈ സ്റ്റേജ് ഷോയിൽ മാത്രം നിന്ന് പോകുന്ന വ്യക്തികളല്ല. ഇവരും ബീനാൻറ്റിനെയൊക്കെ ഈ പറയുന്ന മൂവിയിലൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. ഇവർ എത്ര മൂവിയിൽ അഭിനയിച്ചു, ലാലേട്ടൻ്റെ കൂടെ ആണെങ്കിലൊക്കെ ഇതൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല. അവരെങ്ങനായാലും ഞാനൊരു കാര്യം പറയാം, ഇപ്പം ഞാനൊരു സിനിമ നടനാണെങ്കിൽ എൻ്റെ കൂടെ
അഭിനയിച്ച നടിമാർ കാണും, ആൾക്കാരൊക്കെ കാണും. ഞാനൊരു 10, 20, 30 വർഷമൊക്കെ ആയാലും ഞാൻ ആ ഒരു സൂപ്പർ സ്റ്റാർ പദവി നിൽക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ അന്ന് അഭിനയിച്ച ആൾക്കാർ ചിലപ്പോൾ ഫീൽഡ് ഔട്ടായി കാണാം. അവരിപ്പോൾ എന്നോടാണ് അന്നത്തെ സ്നേഹം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതുപോലെ മകളെ സപ്പോർട്ട് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും ഡാനി എന്ന് പറഞ്ഞ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്ന് പറയുന്ന പോലെ. ഞാനിപ്പോൾ ഏത് ലെവലിൽ നാളെ എൻ്റെ മകൾ വരുമ്പം എനിക്ക് അത് സപ്പോർട്ട് ചെയ്യും, മകനാണെങ്കിൽ അവന് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ്. അതുപോലെ ഈ സീമാജി നായരെയാണെങ്കിലും പിന്നെ ബീന ആൻ്റണിയൊക്കെ പണ്ട് മുതലേ ലാലേട്ടൻ്റെ പടത്തിലുള്ളതാണ്. അവർ സപ്പോർട്ട് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായി. അവരെയും ഈ പറയുന്ന പേർലിയൊക്കെ വെച്ച്, എനിക്ക് പേർലി വിസ്മയും പേർലിയൊക്കെ വെച്ച് ചെറിയ കമ്പയർ ചെയ്യുന്നുണ്ട്. പേർലി എവിടെ കിടക്കുന്നു? ഞാൻ അത്രേ പറയുന്നുള്ളൂ. ബിഗ് ബോസ് ഷോയിൽ കൂടെ വന്ന് മാത്രം നന്മമരം കളിച്ച് കപ്പ് തൂക്കാൻ നോക്കിയ ഒരു വ്യക്തിയാണ്. സെക്കൻഡ് ആയിപ്പോയി. നന്മമരം എല്ലാ ഉടായ്പും കൈ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് നന്മമരം കളിക്കുന്നുണ്ട്. എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ആൾക്കാർ മുന്നിൽ കണ്ണിൽ പൊടിയിടുന്നു, അത്രമാത്രം. ഓക്കെ, ഇനി ചേച്ചിയുടെ നമുക്ക് കുറച്ച് ഡാൻസ് ഒക്കെ കണ്ടിട്ട് വരാം. കളി. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻസ് ആണ് ഇങ്ങനെ പബ്ലിക് നോയ്സൻസ് ആവാതെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും പേർലി, ചളിപ്പുണ്ട് മുഖത്ത്, ലൈക്കൊന്നും അങ്ങനെ കയറുന്നില്ലല്ലോ, മണി വെറും കോമഡി പീസ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ് കമന്റ് ബോക്സ് മൊത്തം നമ്മുടെ മാളി ചേച്ചിയെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത്. ചേച്ചി ഫീൽഡ് ഔട്ടായി, അൺഫോളോഡ്, തിരിച്ച് വീട്ടിൽ പോ, സേഫ് ആയിരിക്കുക എന്നും പറയുന്ന കുറേ ആൾക്കാർ ആർക്കും മൈൻഡില്ല എന്നുള്ള രീതിയിൽ. പണ്ട് സത്യം ഇവർ വരുമ്പോൾ ഒരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാനാ. ഏത് കഷ്ടകാലത്താണെങ്കിലും പോലും, ഏത് മോശ ഇതിലാണെങ്കിലും പോലും ഭർത്താവ് കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ. ഞാനൊരു കാര്യം പറയാം, നിങ്ങളെയൊക്കെ ഒരു ഹൈ ലെവൽ പൊസിഷനിൽ കൊണ്ടുവരാൻ ഈ ജനങ്ങൾക്ക് പറ്റും, അതേ ആൾക്കാർക്ക് അടിച്ച് താഴെയിടാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പണ്ട് പേർലി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പിള്ളേർ പോലും നിങ്ങളിപ്പോൾ വെറുതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഡബിൾ സ്റ്റാൻഡ്, ട്രിപ്പിൾ സ്റ്റാൻഡ്, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ അതങ്ങനെയല്ല പറഞ്ഞത്, അതിങ്ങനെയാണ് പറഞ്ഞത്. ഈ എന്താ പൊന്നോ. എനിക്ക് തോന്നുന്ന ടീമുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു, ബാക്കി ഒരു ഈച്ച പോലും അവിടെ ഇല്ലായിരുന്നു. ശ്രീനേട്ടാ നമുക്ക് ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. എനിക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെ ആകെപ്പാടെ പെട്ടും പോയൊരവസ്ഥയാണ് ശ്രീനെ ഈ പറയുന്ന പേരുടെ സംസാരം കേട്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. ഓക്കെ, ഇതാണ് പേർലി മാണിയുടെ യൂട്യൂബ് ചാനൽ. 46 ലക്ഷം ആൾക്കാർ, 50ഓളം ഉള്ള ഒരു ചാനലായിരുന്നു. മൊത്തത്തിൽ 3G ആയി പോകില്ല. ഒരു ദിവസം മുമ്പിട്ട് വീഡിയോക്ക് എത്രയാണ് വ്യൂ എന്ന് നോക്കി, 28,000. അതിന് മുമ്പ് 3 ദിവസം മുമ്പുള്ള വീഡിയോ 42,000. അതിന് മുമ്പ് 2, 4, 5 ഒക്കെ കയറിക്കൊണ്ടിരുന്ന പേർലി മാണിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ പേർലി, ഇതാണ് പേർലി. ഇനി അടുത്തത് എൻ്റെ ബീന ആൻ്റണിയൊക്കെ വന്നിട്ട് ഇങ്ങനെ വന്ന് മോഹൻലാലിൻ്റെ മോളെ വിഷ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ പണ്ട് മുതലേ ഈ പറയുന്ന നടൻ്റെ ഒക്കെ കൂടെ അഭിനയിച്ച ആൾക്കാരാണ്. അവർക്ക് വിഷ് ചെയ്ത് കൂടെ. സിനിമയ്ക്കും വിസ്മയയ്ക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഇതിൻ്റെ താഴത്തെ കുറച്ച് കമൻസുകളാണ്. സോപ്പിംഗ് ഫോർ മോഹൻലാൽ പോ, ഭയങ്കര സൂപ്പിക്കൽ ലാലേട്ടൻ, വിസ്മയ ലാലേട്ടൻ്റെ മകളായി പോയില്ലേ, നിങ്ങളെയും ഇനി സിനിമയിൽ പ്രതീക്ഷിക്കുന്നു, കഷ്ടം. അവരൊക്കെ വന്നുണ്ടാക്കിയ റേഞ്ച് എന്താണെന്നൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പണ്ട് മുതലേ ഞാൻ ഇവരുടെയൊക്കെ പടങ്ങൾ കാണുന്നതാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ 2K കിഡ്സിനൊന്നും അറിയത്തില്ല, മിക്ക ആൾക്കാർക്കും അറിയത്തില്ല ഇവരുടെയൊക്കെ റേഞ്ച്. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇവരുണ്ടാക്കിയ ഓളങ്ങളൊക്കെ അതൊന്നും പറഞ്ഞ ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോ വേറെ ഒന്നും ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയത്, ഇന്നലെ ഞാനും തെസ്നി, സിയ, അബിക ചേച്ചി ഞങ്ങളൊരു ട്രിപ്പ് വന്ന വഴി ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇന്ന് വിസ്മയുടെ പടം തുടങ്ങാറില്ല, അപ്പൊ ഞങ്ങൾ വെറുതെ ഒരു വിശ്വസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് ഇങ്ങനെ. അതിട്ടപ്പോ കുറെ കമന്റ് കണ്ടു, ലാലേട്ടനെ പ്ലീസ് ചെയ്യാനാണ്, സോപ്പിടാനാണെന്ന്. ചിരി വരുന്നു ഞങ്ങൾക്ക്. ഇത്രയും വർഷം ലാലേട്ടന്റെ കൂടെ യോധയിൽ അഭിനയിച്ചത് ഞാൻ, അങ്ങനെ ഓരോരുത്തർ എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഒന്നും ലാലേട്ടനെ സോപ്പിടേണ്ട ആവശ്യമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് പറ്റിയ കഥാപാത്രം ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയാൽ തോന്നിയാൽ അവർ വിളിക്കും. അതല്ലാതെ വിസ്മയെ ഞങ്ങള് സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് ലാലേട്ടൻ ഞങ്ങളെ വിളിക്കാൻ പറ്റും. എനിക്ക് ചിരി വരുന്നത് കണ്ടിട്ട്. പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു സാധാരണ ഒരു പെൺകുട്ടി എന്നല്ലാണ്ട് ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകളെന്ന രീതിയിലില്ല. പിന്നെ വിസ്മയ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടൊരു കുട്ടിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് വിസ്മയെ. ഞങ്ങൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നു ആ പടം നന്നായിട്ട് ഓടണമെന്ന്. ലാലേട്ടന്റെ മോളായതുകൊണ്ടല്ല ഒരിക്കലും. ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പാവ കുട്ടി
കുട്ടി. അവള് പിന്നെ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് അവളോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതുകൊണ്ട് പിന്നെ എന്താണ് ഇത്രയും വിമർശനങ്ങളൊക്കെ വന്നതുകൊണ്ട് മാത്രം ആ പടം നന്നായിട്ട് ഓടണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. അതിനുകൊണ്ട് ഞങ്ങളൊരു വിശ്വാസം അറിയിച്ചു എന്നുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ അകത്ത് ഒരു സോപ്പിങ്ങും ഇല്ല, ഒരു പതപ്പിക്കലും ഇല്ല, ഒന്നുമില്ല, നത്തിങ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ റിപ്പോർട്ടൊന്നും അറിയില്ല, എന്തായാലും നന്നായിട്ട് ഓടണമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, നല്ലൊരു മറുപടി മാത്രം. അത്രേ ഉള്ളൂ. അവരൊക്കെ പണ്ട് മുതൽ ഇവരൊക്കെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ. ചുമ്മാ അതൊന്ന് പോയി സെർച്ച് ചെയ്ത് നോക്ക്. നിങ്ങൾ ഈ സീരിയലിൽ മാത്രമല്ല ഇവരൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഇവരൊക്കെ ഉണ്ടാക്കിയ ഓളങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറമാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറമൊക്കെ തന്നെയാണ്. ഞാനൊക്കെ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുണ്ട്, ബീനാൻ്റെയും ഇവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചേച്ചിനെയൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗൈസ്. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേർലിമാനിയുടെയൊക്കെ ഒരു അവസ്ഥയെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ, കാരണം ഉള്ളി വശം വെച്ചുകൊണ്ട് നടക്കുന്ന ടീമിനെ ഒന്നും. അത്രേ ഉള്ളൂ. ബൈ, ലവ് യു ഗൈസ്.